ഹലോ എവരിവൺ, ഡോക് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് എവർക്കും സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗണേഷ്. ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് മനോജാണ്. ഹലോ മനോജ്. ഹലോ. മനോജ് ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കറാണ്, ഒരു ഷോർട്ട് ഫിലിം ക്രിയേറ്ററാണ്. അപ്പം മനോജിനെ മുൻനിർത്തി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു സക്സസ്ഫുൾ സിനിമ, അതിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ ചുറ്റിപ്പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് മനോജിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ ഒരുപാട് സിനിമാ ചർച്ചകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു വിഷൻ, ഒരു ക്രിയേഷൻ, ഒരു കോണ്ടൻറ്റ് ഒരു സ്ക്രിപ്റ്റിൻ്റെ രൂപത്തിലാക്കി ഒരു സിനിമയുടെ ആ ഒരു മാസ്മരികതയോ മാജിക്കിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ആ എൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, ഒരു ആൾക്കാരിലേക്ക് കണക്റ്റ് ആവുന്ന ഒരു സ്ക്രിപ്റ്റ് നമുക്കത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരേണ്ട, അതിൻ്റെ ഒരു പഠനത്തിലാണ് നമ്മളെല്ലാവരും തന്നെ. അപ്പം ആ ഒരു സ്പേസിൽ മനോജിന് എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും മനോജിൻ്റെ ഒരു വിഷനിൽ? ഇപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോൾ എല്ലാ കാലത്തും സ്ക്രിപ്റ്റുകൾക്കൊരു ഫോർമാറ്റ് ഉണ്ട്, അതിനൊരു റൂൾസ് ഉണ്ട്. ഇപ്പം നമ്മൾ കേട്ട് കാണും, ഇത്രാമത്തെ മിനിറ്റിൽ നമ്മൾ ക്യാരക്ടറൈസേഷൻ തുടങ്ങണം. ഒരു സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം കഥയിൽ ക്യാരക്ടറൈസേഷൻ തുടങ്ങണം. ഇത്രാമത്തെ മിനിറ്റിൽ നമ്മൾ 20ാമത്തെ മിനിറ്റിൽ നമ്മൾ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് വയ്ക്കണം. അതുപോലെ തന്നെ നമ്മളൊരു കഥ എഴുതുമ്പോൾ, ഇപ്പോൾ സിനിമയുടെ കഥ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് 3 ആക്ട് സ്ട്രക്ചറിലും, ഒരു വെബ് സീരീസ് ആണെങ്കിൽ 5 ആക്ട് സ്ട്രക്ചറിലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫോർമാറ്റുകളുള്ളത്. അപ്പോൾ ഈ റൂൾസ് എപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ ഒരു റൂൾസ് ഫോളോ ചെയ്ത സിനിമകളാണ് ഞാൻ കണ്ടിട്ടുള്ളതും. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പോഴാണ് ഓരോ കഥയും സക്സസ്സിലോട്ട് എത്തുന്നത്. അല്ലാത്ത സിനിമകൾ ഭയങ്കര വിരളമാണ്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതും ഇപ്പോൾ കാണുന്നതുമായിട്ടുള്ള എല്ലാ സിനിമകളും ഈ റൂൾസ് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇറങ്ങിയ സിനിമകളാണ്. നിർഭാഗ്യവശാൽ അങ്ങനെ റൂൾസ് ഫോളോ ചെയ്തിട്ട് സക്സസ് ആവാത്ത സിനിമകളും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ റൂൾസിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ വേണം നമ്മൾ സിനിമകൾ ക്രിയേറ്റ് ചെയ്യാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് എടുത്ത് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളൊരു ബുക്കായിരിക്കും സേവ് ദ കിഡ്. ഇപ്പം പുതുതായിട്ട് ഈ മേഖലയിൽ വരുന്ന, സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മളെ പോലെ തന്നെ, ഇപ്പോൾ ഇവരെല്ലാം ഈ സേവ് ദ ഗേറ്റ് വായിക്കുന്നത് ഭയങ്കര ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം അതിലെങ്ങനെയാണ് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് റെഡിയാക്കേണ്ടത്, എങ്ങനെ ഒരു സ്ക്രിപ്റ്റിന് എവിടെയൊക്കെ നമ്മളൊരു ബ്ലോക്കിങ്ങുകൾ വയ്ക്കാം, എത്രാമത്തെ മിനിറ്റിൽ നമ്മൾ ഇൻസൈറ്റിംഗ് ഇൻസിഡൻറ്റ് വയ്ക്കണം, ഇങ്ങനെ ക്യാരക്ടറൈസേഷൻ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊരു സിനിമ സക്സസ് ആവുമ്പോൾ അതിൽ ഒരുപാട് അനുബന്ധ ഘടകങ്ങളുണ്ട്. ഇപ്പം നമ്മളൊരു ക്യാരക്ടറിൻ്റെ റെവല്യൂഷൻ, ക്യാരക്ടർ എങ്ങനെ തുടങ്ങി, ഒരിടത്ത് തുടങ്ങി എങ്ങനെ ആ സിനിമ തീരുമ്പോൾ ക്യാരക്ടറിനൊരു ചേഞ്ച് ഉണ്ടായിരിക്കണം, ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്. ഇപ്പം ഏത് സിനിമ എടുത്താലും ഒരു സക്സസ് സിനിമയുടെ ഒരു ഫോർമുല എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടുള്ളൊരു സിനിമ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മൾ സിനിമയുടെ തുടക്കം കാണുന്നൊരു ക്യാരക്ടർ ആയിരിക്കത്തില്ല സിനിമയുടെ അവസാനം. സിനിമ നമ്മൾ തുടങ്ങി ഈ ക്യാരക്ടറിന് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ടാകുന്നു, അയാൾ അതെങ്ങനെ, ആ ഒബ്സ്റ്റക്കിളിൽ എങ്ങനെ പെരുമാറുന്നു, അത് കഴിഞ്ഞ് 3 ആക്ടിൻ്റെ എൻഡിൽ വരുമ്പോഴാണ് അതിൻ്റെ കൺക്ലൂഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് അയാൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്നുള്ള. അപ്പോൾ ഇതെല്ലാം ഓരോ റൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഈ റൂൾസ് അനുസരിച്ച് സ്ക്രിപ്റ്റ് എഴുതുന്നതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഇപ്പം നമ്മൾ എപ്പോഴും സിനിമയിലോട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇല്ലാത്ത ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇന്നലെ കാണിച്ചതോ ഇന്നലെ സക്സസ് ആയതോ നാളെ വർക്കാവത്തില്ല. ഇന്നലെ കാണിച്ച ഒരു സാധനം സക്സസ് ആയി, നമ്മൾ ആ സക്സസ് തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഡോക്ടർ എന്നുള്ള രീതിയിലായിക്കോട്ടെ, ഒരു എഞ്ചിനീയർ എന്നുള്ള രീതിയിലായിക്കോട്ടെ, ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള രീതിയിലായിക്കോട്ടെ, അത് സക്സസ് ആയിരിക്കും. കാരണം ഒരു പാലം പണിയുന്നു, അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നോക്കി ആംഗിളും കാര്യങ്ങളൊക്കെ ചെയ്ത് പാലം വീഴാത്ത രീതിയിൽ വേണ്ട ഇന്നോവേഷൻസോട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആണ്. പക്ഷെ നമ്മുടെ സിനിമയിലോട്ട് വരുമ്പം
ടൊറന്റീനോ സ്റ്റൈലായാലും നമ്മൾ ലോകേഷ് കനകരാജ് വന്ന സമയത്ത് ഇനിഷ്യലി ഉള്ള ഒരു സ്റ്റൈലായാലും ശരി, അവരുടേതായിട്ടുള്ള ഇത് നിർവചനങ്ങൾക്കപ്പുറം ഒരു യുണീക്നെസ് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യം അവരെപ്പോഴും സക്സസ്സോടുകൂടി ശ്രമിച്ചിട്ടുണ്ട്, അത് ഡിപ്ലോയ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളെ പോലുള്ള ക്രിയേറ്റേഴ്സ് നമ്മൾ ഈ ഒരു സേവ് ദ ക്യാറ്റ് ആയിക്കോട്ടെ, ഈ 3 ആക്ട് സ്ട്രക്ചർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള റൂൾസ് പിടിക്കുമ്പോൾ നമുക്ക് പുതുതായിട്ടൊരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ, ആ യുണീക്നെസ് കൊണ്ടുവരാനുള്ള നമ്മളുടെ ഒരു സാധ്യതയല്ലേ അവിടെ കുറയുന്നത്? ഇപ്പോൾ ഈ യുണീക്നെസ്സും നമ്മുടെ സ്ക്രിപ്റ്റ് ഈ പറയുന്ന ലോയുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്ന ഘടകം എന്ന് പറയുമ്പോൾ അതെന്താണ് മീൻസ്, ഇപ്പം നമ്മളൊരു കഥ നമ്മൾ എഴുതുമ്പോൾ എപ്പോഴും ഈ റൂൾസ് ഡിപ്പെൻഡ് ചെയ്ത് തന്നെ നമ്മൾ എഴുതണം. യുണീക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ആ കഥയിൽ എന്ത്, ഈ നമ്മൾ കൊണ്ടുവരുന്ന ആശയത്തിൽ എന്ത് വ്യത്യസ്തത എന്നുള്ളതാണ്. നമ്മളൊരു സിനിമയുടെ കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സീരീസ് എഴുതുമ്പോൾ ഇതിന് ഒരു ഫോർമാറ്റ് ഉണ്ട് ആക്ച്വലി. ഇപ്പം നമ്മൾ പാചകം ചെയ്യത്തില്ല, നമ്മളൊരു കുക്കറി ഷോ ചെയ്യുമ്പോൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ നമുക്ക് അതിനകത്ത് ഇത്രാമത്തെ മിനിറ്റിൽ ഉപ്പിടണം, ഇത്രാമത്തെ മിനിറ്റിൽ എണ്ണ താളിക്കണം. ഇപ്പം ഇങ്ങനെ കുറെ നമ്മൾ ടൈം വെച്ചിട്ടായിരിക്കും. അത് കാരണം എന്താണ്, നമുക്ക് എഴുതാൻ ഒരു കുക്കിംഗ് അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ 1-ാമത്തെ മിനിറ്റിലാണ് എണ്ണ താളിക്കേണ്ടത്, 2-ാമത്തെ മിനിറ്റിലാണ് കടുക് ഇടേണ്ടത്, ഇങ്ങനെയുള്ള ഒരു ടൈം വെച്ചിട്ടായിരിക്കില്ല. അപ്പൊ അവർക്ക് അതിന്റെ സ്ട്രക്ചർ അറിയാം. അപ്പോൾ എഴുതി തഴക്കം വന്നൊരു റൈറ്ററിന് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. കാരണം അവർക്ക് അതിൻ്റെ ഒരു തഴക്കമുണ്ട്. കാരണം അവരിത്രയും വർഷമായിട്ട് അവർ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഒരുപാട് എഴുതിയിട്ടുള്ള വ്യക്തികളാണ്. അതിലുപരി ഈ ഓഡിയൻസിൻ്റെ പൾസ് ഒരുപാട് അറിഞ്ഞിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ പുതുതായിട്ടൊരാൾ വരുമ്പോൾ സിനിമയിലോട്ട് എഴുത്തിലോട്ടും സംവിധാനത്തിലോട്ടും ഒക്കെ കടന്നു വരുമ്പോൾ ഓഡിയൻസ് എങ്ങനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള ഭയം എല്ലാവർക്കും എപ്പോഴും കാണാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് യുണീക്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഒരു ലൂപ്പിൽ പെടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു യുണീക്ക് കണ്ടന്റിന് വേണ്ടി നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു കഥാകാരനോ ഒരു ഡയറക്ടറോ എടുക്കുന്ന സമയത്തിൻ്റെ ട്രിപ്പിളോ നമുക്ക് സമയം ഈ യുണീക്നെസ്സിന് വേണ്ടി നമുക്ക് കളയേണ്ടി വരും. നമ്മളിനിയിപ്പോൾ എത്രയൊക്കെ യുണീക്കായിട്ട് നമ്മളൊരു കഥ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഈ കഥ ആരെങ്കിലും ഇതിനു മുമ്പേ ട്രൈ ആരെങ്കിലും അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ കഥകളൊക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടുള്ള നമ്മൾ അറിഞ്ഞിട്ടുള്ള ഏതെങ്കിലും കഥയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടായിരിക്കാം ഇതൊക്കെ വരുന്നത്. അപ്പോൾ ആര് വേണമെങ്കിലും ഈ കഥകൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതിൽ ഇപ്പം നമ്മൾ മാത്രമല്ല റൈറ്റിങ്ങിനും ഡയറക്ഷനും എല്ലാം നടക്കുന്നത്. അപ്പം ഒരുപാട് പേര് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് എഴുതുന്നുണ്ട്, ഒരുപാട് പേര് സിനിമ ചെയ്യുന്നുണ്ട്. സിനിമ ആരുടെയും കുത്തകയൊന്നുമല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെ പ്രസൻറ്റേഷൻ രീതിയിൽ വ്യത്യാസം വരും. ഇപ്പോൾ ഒരു കഥ തന്നെ, ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ നമുക്ക് ഭയങ്കര വ്യക്തമായിട്ട് അറിയാമെന്നുള്ളൊരു കഥ, അത് ഗണേഷ് ഒരു സിനിമയായിട്ട് ചെയ്താലും ഞാനൊരു സിനിമയായിട്ട് ചെയ്താലും രണ്ട് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. കഥ കാണുമ്പോൾ സെയിം ആയിരിക്കാം, പക്ഷേ അതിൻ്റെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് വ്യത്യാസം വരും, നമ്മൾ എഴുതുന്ന ഡയലോഗ്സിന് വ്യത്യാസം വരും. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഡയറക്ടറിൻ്റെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് അയാളുടെ കഥയിൽ മാത്രമല്ല, അയാളുടെ കളർ പാലറ്റിൽ വ്യത്യാസം വരും, അയാളുടെ എഡിറ്റിംഗ് പോയിന്റ്സിൽ വ്യത്യാസം വരും, അയാളുടെ ഷോട്ടുകളിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്. അപ്പോൾ ഇത് മാറുമ്പോൾ തന്നെ സിനിമയുടെ രീതി മാറും. ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് ഈ സിനിമകളുണ്ടല്ലോ. ഈ സിനിമകളെല്ലാം നമ്മൾ റൈറ്റ്സ് മേടിച്ച് അവർ റീമേക്ക് ചെയ്യാറുണ്ട്. ഈ റീമേക്ക് സിനിമയും നമ്മൾ കണ്ട സിനിമകളും നമുക്ക് രണ്ട് സിനിമയായിട്ട് തന്നെ
നമുക്ക് തോന്നാറുണ്ട്. കാരണം രണ്ടും ഒരു കഥ ഒന്നായിരിക്കാം, പക്ഷെ രണ്ടിനും ട്രീറ്റ്മെന്റ് മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒട്ടുമിക്ക എല്ലാ സിനിമകളും നമുക്ക് റീമേക്ക് കാണുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം കണ്ട സിനിമയുടെ ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കി തരുന്നില്ല. അല്ലെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര ചിലപ്പോൾ നമുക്ക് ഇതിനേക്കാളും നന്നായി എടുക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതൊരിക്കലും ഒരു ഡയറക്ടറിന്റെ കുറവോ ഒന്നുമല്ല, നമ്മുടെ ആസ്വാദനത്തിന്റെ. കാരണം നമ്മളൊരു ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ നമ്മുടെ ഉള്ളിൽ ആ സിനിമ ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം മറ്റൊരു ഡയറക്ടറിന് അത്രത്തോളം ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയാത്തത്. നേരെ മറിച്ച് നമ്മൾ ആദ്യം ആ റീമേക്ക് സിനിമ കണ്ടിട്ടായിരിക്കും നമ്മൾ ഇവിടെ കാണുന്നതെങ്കിലും ഈ സംഭവം തിരിച്ച് സംഭവിക്കാറുണ്ട്. ഓക്കെ.